ഇന്ന് ആവിയിൽ വേവിച്ചെടുത്ത ഒരു പലഹാരമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തെ ഫില്ലിങ് ചക്കപ്പഴം കൊണ്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ജാക്ക് ഫ്രൂട്ട് റോളെന്ന് പറയാം. ഇതിനൊരു 10 വരിക്കച്ചക്കയുടെ ചുള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അരക്കപ്പളവിൽ തേങ്ങ, 1 പിടി അവൽ, അരക്കപ്പളവിൽ ശർക്കരപ്പൊടി. ഇനി അടുത്തതായി അരക്കപ്പളവിൽ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയും, അരക്കപ്പ് ഗോതമ്പ് പൊടിയും, ഒരല്പം ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചൊന്ന് തിളപ്പിക്കാം. തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് ശർക്കരപ്പൊടി, ചക്കപ്പഴം, ഏലക്കാപ്പൊടി, തേങ്ങ, അവൽ, 1/2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വിളയിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ വിളയിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ കുഴച്ച് വെച്ച മാവ് നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി, പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് കവറ് വെച്ചാണിത് പരത്തിയെടുക്കുന്നത്. ഇത് കനം കുറച്ച് നല്ലതുപോലെ പരത്തിയെടുക്കാം. ഇതൊന്ന് ഷേപ്പായി സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നേരത്തെ നമ്മൾ ചെയ്തു വെച്ച ആ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ 2 സൈഡും നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് അത് തിളച്ച് കഴിയുമ്പോൾ ഇതതിലേക്ക് വെച്ച് ഒരു 10 മിനിറ്റ് ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ വളരെ സ്വാദിഷ്ടമായ ജാക്ക് ഫ്രൂട്ട് റോൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കൂടിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.